ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ, എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പം ഞാനും ചെയ്യാം. അതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി മാത്രമായിട്ടോ എടുക്കുള്ളൂ. എനിക്ക് എല്ലാവരും ഉറങ്ങും എണീച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ രാത്രി ഫുള്ള് പാല് കുടിച്ച് മതോൽ മതിയായിട്ട് അതിന് ഒരു 6 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അതാകുമ്പോൾ എല്ലാവരും ഉണ്ണിക്കില്ല, അപ്പോൾ എനിക്ക് കിടന്നുറങ്ങാം. പക്ഷേ ഇവരെന്നോട് വല്ലാണ്ട് പ്രതികാരം പെടുന്നത്. അത് നേരെ വെളുക്കുന്നുണ്ട് മുമ്പ് എന്നെ തെച്ചിട്ടുണ്ടാക്കും, എണ്ണ തേപ്പിച്ചിട്ട് ഒരു പായിലടക്കം എടുത്തിട്ടങ്ങോ എല്ലാം സഹിക്കുക. ഇവർ കൊപ്രയിലാട്ടുന്ന പോലെ തന്നെ ഒരു ഉരുട്ടലുണ്ട്. ചോദിച്ചപ്പോൾ ഒരു ബോൾ പോലെ ആവാനാ തല, ബോൾ പോലായിട്ട് എന്തിനാ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് എല്ലാം സഹിച്ചിട്ട് കാലിനെ പിടിച്ച് വലിച്ചോടും. എനിക്ക് നിരങ്ങാൻ വരെ പേടിയാ, കാലെല്ലാം ഒടിഞ്ഞു പോയിക്കോ എന്തോ പഠിച്ചോന്നറിയാം. ഈ പായി കിടന്ന് ഉരുളുമ്പോണ്ടാവും എൻ്റെ പല്ലി പാറ്റ കൂറ എല്ലാം എൻ്റെ ഡോണിൻ്റെ ചിക്കിലാക്കിയിട്ട് പോകും. ഇക്കിലാക്കിയിട്ട് സഹിക്കാൻ പറ്റാണ്ടായിട്ട് ഒന്ന് കരഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ ഉമ്മ അടുക്കളയിൽ നിന്ന് ഹൈ സ്പീഡിൽ ഓടി വരുന്നുണ്ടാവും കുഞ്ഞൻ കരഞ്ഞ് പാല് കൊടുക്കാനാൻ വേണ്ടി. അതേ എണ്ണയോടെ പാല് കുത്തി കയറ്റിയിട്ട് 1 ലിറ്റർ തന്നിട്ട് അങ്ങ് പോയിടും. എന്നിട്ട് പിന്നെ ഇവർ ആ വൈക്ക് വരില്ല, അവരെ പണി തീർന്നിട്ടല്ല എന്നെ വരുള്ളൂ. ഈ പാലെങ്ങനെയൊന്നും ഞാൻ എന്തൊക്കെ പുറത്തേക്ക് തള്ളി ഛർദ്ദിച്ച് തുപ്പി തള്ളിയിട്ട് എന്തൊക്കെ അവിടെ തന്നെ കിടക്കും. ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണല്ലോ. കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓല ബാക്കി കലാപരിപാടി. നിങ്ങൾ എൻ്റെ മോൻ കണ്ടോ, ഇങ്ങനെ പുരികം വരച്ചാൽ പോലും അത് അങ്ങനെ ഷേപ്പിൽ വരും. ഇങ്ങനെ വന്നാൽ ഞാൻ ദിഗംബരത്തിനെ പോലെയല്ലേ ഉള്ളത്. ഞാൻ എൻ്റെ മുഖം വരെ നോക്കില്ല, ക്യൂട്ട്ന സ്ഥലം ഇത്. എനിക്ക് കണ്ടിട്ട് എന്നെ തന്നെ പേടിയാന്ന്. ഞാൻ നോക്കിൽ വരില്ല. ഇങ്ങനെ പുരികം വരച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇടുന്ന പോലെ കുറേ പൗഡർ ഇട്ടിട്ടുണ്ടാവും. കാരണം ഉറങ്ങുമ്പോൾ ഞാൻ മയക്കരുതല്ലോ. ഞാൻ എൻ്റെ മുഖം വരെ നോക്കില്ല, എന്നിട്ടപ്പോൾ ഇത് മയക്കാൻ നിൽക്കുന്നത്. ഒന്ന് നമുക്ക് കരിയാൻ പറ്റുമോ? കാരണം അപ്പം നമുക്ക് പാല് വരും. 1 ലിറ്റർ പാല് ഓരോ നേരം തന്നിട്ട് ഇവിടം വരെ ഉണ്ടാവും. ഇതെങ്ങനെയൊന്ന് പുറത്ത് വിടേണ്ടത് വരെ എനിക്കറിയില്ല. ഉറങ്ങാൻ ഇരിക്കുക ഇതിൻ്റെ എനിക്കൊരു പരിപാടിയില്ല. പക്ഷെ എന്നാലും എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യാവോ? ഏതെങ്കിലും അമ്മായിമാരെങ്കിലും വരും, എന്നിട്ട് ഒരു കുഞ്ഞിന് പാല് മാത്രമേ കൊടുക്കുന്നുണ്ടോ, മുത്താരിയെല്ലാം കൊടുക്കാനേ കുറച്ച് ചോറെല്ലാം അയച്ചാൻ കൊടുത്തോട്. പാലെന്നെ കുടിച്ചിട്ട് എൻ്റെ ഇവിടെയുള്ള മുത്താരി എനിക്ക് അടിച്ച് കയറ്റി തരും. ഇതിന് വായിക്കൂടി മൂക്കുകൂടി ചെവി കൂടെ വരെ മുത്താരി പുറത്ത് തരുത്ത്. എന്നിട്ട് നിർത്തോ ഇല്ല, ഛർദ്ദിച്ചിട്ട് അതിനും ബാക്കി കൂടുതൽ പിന്നെയും തരും. എന്തൊരു ജീവിതമാണെന്നറിയോ നിങ്ങൾ? ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ കണ്ടുക്കോ? സഹിക്കാനാവൂല, കരയാൻ പറ്റാത്തൊരു ജീവിതം ഞങ്ങളെ സങ്കടം ആരോട് പറയാനാ? വേറെ കുഞ്ഞിനെ കണ്ടാൽ ഞങ്ങൾക്ക് പറയട്ടെ, ഞങ്ങളുടെ ഭാഷ ഓർക്ക് മാത്രമല്ല മനസ്സിലാവും. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ എല്ലാവർക്കും ഇതേപോലത്തെ സിറ്റുവേഷനല്ലോ. അപ്പോൾ സഹിക്കാനാവൂല മക്കളെ.